കഷ്ടമാണ്. എന്ത് കഷ്ടം? രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കവർ പാല് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞത്. അത് ഉച്ചയ്ക്കല്ല വാങ്ങിച്ചോണ്ട് വരേണ്ടത്. രാവിലത്തെ ചായക്കുള്ള പാല് തലേന്ന് മേടിച്ചു വെക്കുക. അത് വീട്ടമ്മമാരുടെ ജോലിയാണ്. ആണോ? എല്ലാ ദിവസവും തലേന്ന് തന്നെയാണ് വാങ്ങിച്ചു വെക്കണത്. ഒരു ദിവസം ഒന്ന് വിട്ടുപോയി. അതാണ് അച്ചാച്ചനോട് പറഞ്ഞത്. ഇനി മേലെ പറയല്ല. അതാണ് അതിന്റെ വർത്തമാനം. സുഹൃത്തെ, താങ്കൾ ഇവിടുന്ന് ഓരോ പാല് എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടുന്ന് ഡ്രസ്സ് ചെയ്ത് ഒരുങ്ങി മേളിൽ ചെന്ന് ഈ കട തുറങ്ങാൻ ഉച്ചയാവുമല്ലോ. നേരെ ബാവുണ്ട് കട ഒരു 1/2 കിലോമീറ്റർ ഉണ്ട്. ഈ വെയിലും കൊണ്ട് ഞാൻ അവിടെ പോയി നടന്നില്ലേ? അതിനാണ് 2 മണിക്കൂർ എടുത്തത്. 2 മണിക്കൂർ എടുത്തന്നെ കാര്യം പറയാൻ വിട്ടുപോയി. ബാവുണ്ട് കടയിൽ ചെന്നപ്പോൾ മറ്റേ കോളനി താമസിക്കുന്ന സെലിൻ ചേച്ചി പാപ്പച്ചണ്ടനും ഇല്ലേ, അവരുടെ വീട്ടിൽ ഇന്നലെ ഭയങ്കര അടിയും പഴക്കമായിരുന്നു. അങ്ങേര് പിള്ളേരെ പെണ്ണുമ്പിള്ള എല്ലാം എടുത്തിട്ട് അടിച്ചിട്ട് അവസാനം അവര് എവിടെ കഥ കണ്ട് അടച്ചിരുന്നു. ആ കഥ തുറക്കാത്ത വാശിക്ക് അങ്ങേര് കിണറ്റി ചാടാനോ തൂങ്ങിച്ചാവാനോ ആത്മഹത്യ ശ്രമമായി. പണി കിട്ടിയ നാട്ടുകാർക്ക്. അവരാത്രി കണ്ണിൽ എണ്ണ ഒഴിച്ച് കയറി തൂങ്ങാതിരിക്കാൻ വേണ്ടി നോക്കിയിരുന്നു. ദൈവമേ, അവൻ ചാവുന്നതാ നല്ലത്. ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ അതിന് തൂങ്ങും. ആരെയും അവൻ പേടിപ്പിക്കുന്നത്? ഇവൻ ചാവണം. അല്ലെന്ന് ഇവർ തമ്മിൽ നേരത്തെ എന്തോ പ്രശ്നം ഉണ്ടായപ്പോഴല്ലേ ചേച്ചി പോയി സംസാരിച്ച് ഒത്തുതീർപ്പൊക്കെ ആക്കിയത്. കഷ്ടം തന്നെ. ഒത്തീർപ്പിന് പോയത് പണിയാവും. ഇതിനും പോയി സമാധാനം പറഞ്ഞേ പറ്റത്തുള്ളൂ. തങ്കച്ചേട്ടത്തിന്റെ വാദല്ലേ? അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യമേ സംസാരിക്കാൻ ഒത്തീർപ്പാക്കേണ്ടത് തങ്കച്ചേട്ടത്തിയാ. എന്തൊരു കഷ്ടമാന്ന് പറയും. ഇവരിങ്ങനെ വഴക്കടിക്കുമ്പോ ചേച്ചി ചെല്ലണോ? ഒരു സമാധാനവും ഇല്ല. അങ്ങനെ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അയാളാണ് ഒരു ലക്കല്ല കാര്യം കാണത്തില്ല. എപ്പോ നോക്കിയാലും കള്ള്. ലില്ലേ, എടി ആ ഫോൺ എടുത്തൊന്ന് ആ ചെറുക്കണോന്ന് വിളിച്ചേടി. വിളിക്കാം, ഇങ്ങോട്ട് വാ വിളിക്കാം. അവൻ എത്ര നേരമായിന്നറിയാമോ പാല് മേടിക്കാൻ പോയിട്ട്. വാ. ഞാൻ എന്തിനാ വിട്ടത്? നിന്നെ ഞാൻ എന്തിനാ വിട്ടത്? പാല് മേടിക്കാൻ. എന്നിട്ട് ഇവിടെ ഇരിക്കുവാണോ? അമ്മ എപ്പ വിട്ടതാന്നറിയാമോ ഞാൻ പാല് മേടിക്കാൻ? പോണ്ടേ? പിന്നെ അങ്ങോരെ പോണ്ടേ? കണ്ട കാടിനോടും പച്ചനോടൊക്കെ വർത്താനം പറഞ്ഞ അവിടെ നിൽക്കും. അല്ലേ ചേച്ചി, താമസിച്ചൊരു കാര്യമുണ്ട്. മറ്റേ പാപ്പച്ചൻ ചേട്ടന് സെലിന ചേച്ചി ഇല്ലേ? ഏത്? ചേച്ചി പണ്ട് പോയി ഒത്തുതീർപ്പാക്കിയില്ലേ ആ കള്ളുകൂടിയൻ? അവർ ഇന്നലെ രാത്രി ഭയങ്കര വഴക്കായിരുന്നു. പാപ്പച്ചൻ ചേട്ടൻ സെലിന ചേച്ചിനെ എടുത്തിട്ട് അടിച്ച് എന്നിട്ട് പിന്നെ ചാകാൻ പോണെന്ന് പറഞ്ഞോട്ട് കിണറ്റിലൊക്കെ ചാടാൻ പോയത്. നാട്ടുകാർ മൊത്തം കൊള്ള. അയ്യോ, ഭയങ്കര കുടിയായിട്ട് അയാള് കുടിച്ചു കഴിഞ്ഞാൽ ഒരു വെളിയും വെള്ളിയാഴ്ചയില്ല. എന്തായാലും സമാധാനം പറയാൻ റെഡി ആയിരിക്കും. നിങ്ങളുടെ വാർഡിലാണ്. അന്ന് ഒത്തീർപ്പാക്കിയിട്ടൊന്നും ആയില്ലല്ല. ഇന്നും പോയി സംസാരിക്കണം. എനിക്ക് ഇത് തന്നെയല്ലേ പണി. അവരുടെ കുടുംബം നോക്കേണ്ടത് അവരായി. ഞാൻ എന്റെ ഇടയിൽ കയറി കിടന്നിട്ട് എന്താ കാര്യം? ഇവര് വഴക്കുണ്ടാക്കുമ്പോ ചേച്ചി ചെല്ലണോ? ജനങ്ങള് വോട്ട് ചെയ്ത് ജയിപ്പിക്കുമ്പോ ഇങ്ങനെ ചില കാര്യങ്ങൾ. എന്റെ ഉത്തരവാദിത്തത്തിന് ഞാൻ പോയിട്ടുണ്ട്. ഇനിയൊന്നും എനിക്ക് പോകാൻ. അതെ, ഒരു പ്രാവശ്യം ചെന്ന് അത് മതി. പ്രത്യേകിച്ച് ഇന്ന് ഞാൻ എവിടെയും പോണില്ല. ഇന്ന് ഞാൻ വെറുതെ വീട്ടിലിരിക്കാൻ പോവാം. ചേച്ചിക്ക് പോകണ്ടേ? എനിക്കും ഡാൻസ് ക്ലാസ് ഇല്ല. അങ്ങനെ നമുക്ക് പറമ്പിലോട്ടൊന്ന് പോകണം. നിറച്ചും തേങ്ങാ വീണ് കിടപ്പുണ്ട്. എവിടെയും പോണില്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണില്ല. ഞാൻ അവിടെ തന്നെ ഇരിക്കുക. താനെ അങ്ങ് പോയാൽ മതി. വരുന്നില്ലേ? ഇല്ല. എന്നാ ചേച്ചൻ വാ. എന്തിന്? തേങ്ങ വറുക്കാൻ. എനിക്ക് വർഷം പോണം. ഞാൻ പോയി. അതിനെന്തിനാ ഓടണത്? അവര് വരട്ടെ. എന്നെ വിളിക്കാനായിരിക്കും. പിന്നെ വിളിച്ചാൽ സംസാരിക്കണം. അത്രയല്ലേ ഉള്ളൂ. ഒന്ന് കൂടി വരുന്നത്. ഞാനേ ഈ വഴി ഇറങ്ങി പോവാം. വല്ല പനിയാന്നോ എന്തെങ്കിലും പറയാം. എനിക്ക് വയ്യ. എന്നെ ഒന്ന് വിളിച്ചേക്കല്ലേ? അല്ലെങ്കിൽ നിന്നെ ആരും വിളിക്കുന്നു. മെമ്പറെ കാണാൻ വന്ന വിളിക്കും. ഇനിയിപ്പോ എന്തിനാ ഇത്ര നേരമില്ല ചായ ഇടണതിന്? കണ്ടല്ലോ. മെമ്പറേ, മെമ്പറേ, മെമ്പറേ. അയ്യോ, ആരാ ഇത്? സുഖല്ലേ? എന്തോന്ന് സുഖം മെമ്പറേ. മെമ്പർ വീട് വരെ ഒന്ന് വരണം. എന്തുറ്റി? പ്രശ്നങ്ങളാണെന്നേ അവിടെ. എന്താ പെട്ടെന്ന് പ്രശ്നം ഉണ്ടാവുക? പ്രശ്നം ഭയങ്കര വഴക്കായിരുന്നു ഇന്നലെ. അടുക്കളയിലെ പാത്രങ്ങൾ മൊത്തവും അടിച്ച് പൊട്ടിച്ച്, TV അടിച്ച് പൊട്ടിച്ച്, എന്നെയും കൊച്ചുങ്ങളെയും അടിക്കാനായിട്ട് തുടങ്ങി. ഞാൻ ജീവനും പ്രാണനും കൊണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് റൂമിൽ കയറി കതവടച്ച് എല്ലാം കണ്ണി കണ്ട മൊത്തം സാധനങ്ങളും അടിച്ച് പൊട്ടിച്ച് നശിപ്പിച്ച്. അവിടെ നാട്ടുകാർ മൊത്തവും കൂടി
എന്നിട്ട് പിന്നെ പുറത്തിറങ്ങിയിട്ട് തൂങ്ങാൻ പോന്നു, കിണറ്റി ചാടാൻ പോന്നു. എന്തെല്ലാം പ്രശ്നങ്ങളാണോ അവിടെ. പരിസരക്കാരെല്ലാം കൂടെ പിന്നെ ഒന്നും രണ്ടും പറഞ്ഞ് എന്തായാലും ഒന്ന് ഒതുക്കി അവിടെ നിർത്തി. ഒരു തരത്തി പറ്റുന്നില്ല എനിക്ക്. മെമ്പർ ഒന്ന് ഒരു കാര്യം ചെയ്യാം, ഞാനേ ഇപ്പോൾ എനിക്ക് വയ്യ, 2 ദിവസം കഴിയുമ്പോൾ വന്നിട്ട് ഒന്നും കൂടി ഒന്ന് സംസാരിച്ച് നോക്കാം. മെമ്പർ ഇനി ഒന്നും സംസാരിക്കണ്ട. അന്ന് മെമ്പർ വന്ന് സംസാരിച്ചതിൻ്റെ പേരില ഞാനിതെല്ലാം ക്ഷമിച്ച് ഇത്രയും ദിവസവും മുമ്പോട്ട് പോയത്. ഇനി ഒരു തരത്തിലും പറ്റത്തില്ല. പിന്നെ ഇപ്പം എന്താ ചെയ്യേണ്ടത്? എനിക്ക് വേറൊന്നും വേണ്ട. അയാളുമായിട്ടുള്ള ബന്ധം അങ്ങൊഴിഞ്ഞ് എനിക്ക് കിട്ടിയാൽ മതി. എനിക്ക് അല്ല, എനിക്ക് ഒരുമിച്ച് പോകണമെന്ന് ഒരു രീതിയിലും എനിക്ക് പറ്റത്തില്ല. പിള്ളേരുള്ളതല്ലേ. അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ 2 കുഞ്ഞുങ്ങളെ നോക്കിയിട്ടല്ലേ ഞാൻ ഇത്രയും ക്ഷമിച്ച് പോകുന്നത്. ആ, പനി എങ്ങനെയുണ്ട്? കുറവുണ്ടടാ. റെസ്റ്റ് എടുക്ക്, അല്ല കൂടും. വയ്യാതിരിക്കുവായിരുന്നേ. ഞാൻ എന്തായാലും ഒന്ന്, എടാ നീ ഒരു കാര്യം ചെയ്യാവോ? വഴിയിലോട്ട് പോവാണെങ്കിൽ ആ പാപ്പച്ചൻ ചേട്ടൻ അവിടെ ഉണ്ടാവും, ഒന്നും ഇങ്ങോട്ട് വരാൻ പറയോ? ഈ കിണർ കോരി ഇറക്കുന്നവരെ വിളിക്കാൻ പോകുന്ന അന്നേരം മതിയോ? ആ മതി. പാപ്പൻ ചേട്ടൻ ഇങ്ങോട്ട് ഒന്ന് വരട്ടെ, എന്നിട്ട് ഞാൻ ഇവിടുന്ന് സംസാരിച്ചിട്ട് എന്താന്ന് വെച്ചാൽ അറിയിക്കാം. ശരി കേട്ടോ. ചേച്ചി ചായ ഇരിപ്പുണ്ടോ? ഇല്ലടി വെച്ച, ഞാൻ ചായ വെക്കാന്ന വേണോ? ഒരു കട്ടൻ കിട്ടിയ കൊള്ളായിരുന്നു. ഒരു തലവേദന. കിണർ വൃത്തിയാക്കാൻ 2 പേരെ വിളിക്കാൻ ഒരുത്തൻ പോയിട്ട് ഇപ്പോൾ മണിക്കൂർ 2 ഇതുവരെയും കാണുന്നില്ല. അത് കഷ്ടമാ. അതിന് അച്ചാച്ചന് വല്ല കൃത്യനിഷ്ഠ ഉണ്ടോ? അമ്മ പിന്നെ ഇപ്പൊ ഇവിടെ കിടന്ന് പറഞ്ഞിട്ട് ആര് കേൾക്കാന്? അല്ല, ഭയങ്കര വേനൽക്കാലം വരാൻ പോണത്. കിണറൊന്ന് വൃത്തിയാക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതാ. ആര് കേൾക്കാൻ? ഒരുത്തൻ രാഷ്ട്രീയം, ഒരുത്തൻ SI കളി. നല്ല കാര്യമായിപ്പോയി. എന്താ ഒരു ചെവി. അതിന് അവരെ കുറ്റം പറയണ എന്ത് കാര്യത്തിന്? അവർ 2 പേരും തിരക്കായതുകൊണ്ടല്ലേ അമ്മേ? ഒന്ന് പറഞ്ഞ രണ്ടാമത്തേനും അങ്ങ് കുറ്റം പറിച്ചിലാണേ. അവർക്ക് സമയമില്ലാത്തോണ്ടല്ലേ? പിന്നെ ആരും ഞാൻ ഇതൊക്കെ ചെയ്യണോ? നിങ്ങൾ അങ്ങോട്ട് ചെല്ലി. അമ്മ തന്നെ ആളിറക്ക്. എന്തായാലും വേനൽക്കാലം വരാൻ പോവാണ്. അതാ പറഞ്ഞ അമ്മ ആളിറക്കി ചെയ്യാനെന്നാ. അതിനല്ലേ റൊണാൾഡോ അച്ഛനെ പറഞ്ഞു വിട്ടേക്കുന്നത്. പോയിട്ട് 2 മണിക്കൂർ. എല്ലാത്തിനും ഇച്ചിരി ക്ഷമ വേണം. വരട്ടെ, പോയ ആള് വരട്ടെ. അമ്മ ചെന്നുടനെ ഒന്നും ആളെ കിട്ടത്തില്ലല്ലോ, തപ്പിയെടുക്കണ്ടേ? എപ്പോഴും തപ്പി എടുത്തോണ്ട് വരട്ടെ. ഇനി ഇപ്പൊ ഞാൻ എന്താ ചെയ്യാൻ? ചേച്ചി, ഈ പാപ്പച്ചൻ ചേട്ടൻ. പാപ്പച്ചൻ ചേട്ടോ, ഇതെന്തോ ഇത്? എന്തൊക്കെയാ കേക്കണേ? ഞാനൊരല്പം മദ്യപിച്ചതിൻ്റെ പേരിൽ അവൾ എന്നെ ഒറ്റയടിക്ക് ഞാൻ താഴെ വീണു. ഞാൻ എഴുതിക്കുന്നതിന് മുമ്പ് അവൾ പിള്ളേരെ കൊണ്ട് അടുക്കളയിലോട്ടോടി. അതിൻ്റെ ദേഷ്യത്തില് ഞാൻ അടുക്കളയിൽ കയറി മൊത്തം അടിച്ചു പൊട്ടിച്ചു. ഇത്രയും തല്ലി തകർത്തിട്ട് പിന്നെ നിങ്ങൾ പോയിട്ട് ആത്മഹത്യ ചെയ്യാൻ പോയ എന്ത് കാര്യത്തിനാ? അതെ, ഈ ഭാര്യയുടെ തല്ലുകൊണ്ട് ജീവിക്കുന്നതിനെക്കാളും നല്ലതേ ആത്മഹത്യ ചെയ്യുന്നതാ. പക്ഷെ ഈ നശിച്ച നാട്ടുകാരും സംഭവിച്ചില്ല. ഇനിയിപ്പം ഞാൻ എന്ത് വേണം? മെമ്പർ പറ. ഭാര്യയ്ക്കും മക്കൾക്കും സമാധാനം കൊടുക്കാത്ത നീ ചാവണം. നിങ്ങളേതാണ്ട് തീരാനായിരിക്കല്ലേ? നിങ്ങൾ പോയി ചാകുതല്ലേ. പാപ്പച്ചേട്ടാ, ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വിളിപ്പിച്ചത്. സെലീന എന്നോട് പറഞ്ഞു, സെലീനയ്ക്ക് നിങ്ങളുടെ കൂടെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല, അവർക്ക് ഡിവോഴ്സ് വേണം, അതിന് സഹായിക്കണമെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാ. എനിക്ക് എൻ്റെ ഭാര്യയും മക്കളും വേണം. ഭാര്യയും മക്കളും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയും മക്കളും കൂടെ നിൽക്കണമെങ്കിൽ അവരെ നോക്കണം. നോക്കാൻ ഞാൻ ജോലിക്ക് പോകുന്നുണ്ടല്ലോ. ജോലിക്ക് പോയിട്ട് നിങ്ങൾ അവരെ നോക്കുന്നുണ്ടോ? പൈസ കൊടുക്കുന്നുണ്ടോ? അതിനെനിക്ക് ജോലി വേണം. പാപ്പച്ചൻ ചേട്ടാ, പാപ്പച്ചൻ ചേട്ടന് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവിടെ സെലീനയും കൂടി വരും അടുത്ത ഞായറാഴ്ച. അപ്പം ഈ സമയത്ത് ഇങ്ങോട്ട് വരണം. അപ്പം നിങ്ങൾക്ക് 2 പേർക്കും എന്താന്ന് വെച്ചാൽ സംസാരിച്ച് തീരുമാനിക്കാം. പക്ഷേ ഇങ്ങനെ കുഴഞ്ഞു കൂത്താടി വരരുത്, കുടിക്കാതെ ഇങ്ങ് വരണം. ഫോട്ടോ ഞാൻ കള്ളാണ് ഉണ്ടല്ലേ. അയാളോട് പറയണതിന്റെ കാര്യം എന്താ? ഒന്നാമതെ കള്ളു കുടിച്ച് ഇതേവലില്ല.
മയിലപ്പുറം ആൾക്കാരെ നന്നാക്കാൻ വാലിരിക്കുന്ന കിട്ടിയല്ലോ. പോ, ഇനി എന്തിനു നിക്കണതാ? നല്ല പണിയുണ്ട് കേട്ടോ അതിനകത്ത്. ഇപ്പൊ തന്നെ തിരുവനന്തപുരം ജില്ലയുടെ മുക്കും മൂലയെ അരിച്ചു പറക്കിയിട്ടാണ് രണ്ടുപേരെ കിണർ ഊരി ഇറക്കാൻ കിട്ടിയത്. ഇത്ര പാടാണോ? ഇത്ര പാടുന്നോ? ശാസ്തമംഗലം, ശ്രീകാര്യം, പോങ്ങുമൂട്, പഴുതക്കാട്, പേരൂക്കട, കഴക്കൂട്ടം, വേളി, വെള്ളായണി വരെ ഞാൻ പോയി. എന്നിട്ടാണ് രണ്ടുപേരെ കിട്ടിയത്. എന്ന് പോയി? ബന്ധങ്ങൾ ഉപയോഗിച്ചു, ഫോൺ വഴി ഇങ്ങനെ വിളിച്ചു പിന്നെ അല്ലാതൊക്കെ പോയി. എന്നിട്ട് നീ ഇപ്പൊ കൊണ്ടുവന്നവർക്ക് എത്ര രൂപ? അവർക്ക് രണ്ടുപേർക്കും കൂടെ 6000 രൂപ കൊടുക്കണം. പിന്നെ കോരി ഇറക്കാൻ വരുന്നവർക്ക് 5000, പിന്നെ അവർ എടുത്തോണ്ട് വരുന്ന മോട്ടറിന് 1000. അത് കൂടുതലാ മോനെ, ഭയങ്കര കൂടുതലാ. എന്റെ പൊന്ന് മെമ്പറെ, നിങ്ങൾ എന്തോ നീ പറഞ്ഞോണ്ട് വരുന്നേ? ഒരാളെ കിട്ടത്തില്ല. കിണർ കോരി ഇറക്കാൻ നമ്മൾ ആദ്യം ചോദിക്കുന്നത് എത്ര തൊടിയുണ്ട്, എത്ര അടി വെള്ളമുണ്ട്, ഇറങ്ങാൻ ഏണിയുണ്ടോ, ലൈറ്റ് ഉണ്ടോ, ശ്വാസം കിട്ടുമോ, അത്ര ഡിമാൻഡുകളാ. ഇവന്മാർ ആദ്യമേ രണ്ടുപേർക്കും കൂടെ 5000 10000 രൂപ ചോദിച്ചേ. പിന്നെ എനിക്കറിയാവുന്ന എൻ്റെ എല്ലാ ഉടായ്പകളും പറഞ്ഞ് കുറച്ചാണ് ഈ 6000 എത്തിച്ചത്. വിശ്വസിച്ച് കൊടുക്കാമല്ലോ. അതിപ്പോ എന്ത് ചെയ്യാൻ? എനിക്ക് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ. ക്ലീറ്റോന്റെ കുടുംബത്തുള്ളല്ലേ ചേച്ചി? ആ കുടുംബത്ത് തന്നെയാ ഞാനും. നീ മുത്തല്ലേ? അതെ, അങ്ങനെ ചക്കര മുത്ത്. ഇച്ചിരി കുറയോന്ന് ചോദിക്കടാ. ഒരു 4000. ഓക്കെ, 4000 രൂപ. ഒരാൾ വരും കൂടെ ലില്ലിപ്പണ്ണൂടെ അങ്ങോട്ട് ഇറക്കണം. 6000 രൂപ, 5000 രൂപ കൂലി, 1000 രൂപ മോട്ടോർ കൂലി. അങ്ങനെ ഉണ്ട് അവനോട് വരാൻ പോയ. അല്ലെങ്കിൽ ഇങ്ങനെ തീ പിടിച്ചതേ കൊണ്ടുവരുള്ളൂ. തീ പിടിച്ചത് ഞാനിത് കേക്കണം. എനിക്കെന്തിന്റെ കേട്? അവര് ഇത് പറഞ്ഞു ഇവൻ അത് ഏറ്റുണ്ട് ഇങ്ങോട്ട് പോകുന്നു. ഇനിയിപ്പോ വരാൻ പറ, എന്ത് ചെയ്യാൻ പറ്റും? നിന്റെയൊക്കെ കെട്ടിയന്മാർ ചെയ്യേണ്ട ജോലിയായി അവൻ ചെയ്യുന്നത്. എന്നിട്ട് അവനെ കുറ്റപ്പെടുത്തുന്ന ഈ ആഴമുള്ള ഈ കിണറ്റി ഇറങ്ങുന്നതിന് 6000 നിനക്കൊക്കെ കൂടി പോയല്ലേ ഈ മൂട്ടാറിനും കൂടെ. എന്തിനും ഒരു മര്യാദ വേണ്ടേ പെണ്ണുങ്ങൾക്ക്? പൈസ എന്നും പറഞ്ഞു എല്ലാത്തിനും അവനെ അങ്ങ് കുറ്റം പറയാൻ നോക്കിക്കൊണ്ടു. മതിയല്ലോ കേട്ടപ്പോ. ഉമ്മയും കിമ്മയൊന്നും എനിക്ക് വേണ്ട, ഞാൻ ഉള്ള കാര്യം പറ. അവരോട് വരാൻ പറയട്ടാ? വരാൻ പറ. ഈ പൈസ എടുത്തിട്ട് ഞാനങ്ങ് ഇറങ്ങിയാലോ? വേണ്ട, ചിലപ്പോൾ തിരിച്ചു കയറാൻ പറ്റിയില്ലെങ്കിൽ. ഓവർ ഫാറ്റ് കൊണ്ട് വിഷമിച്ചിരുന്ന സമയത്താണ് ജെറൂഷിന്റെ കൂൾ സ്കൾപ്റ്റിംഗ് ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഞാൻ അറിഞ്ഞത്. നോ പെയിൻ, നോ സർജറി, 100% സേഫ് വിസിബിൾ റിസൾട്ട്. ആത്മവിശ്വാസം തിരികെ നേടാം വെറും കുറഞ്ഞ സമയത്തിനുള്ളിൽ പെർഫെക്റ്റ് ബോഡി. മെമ്പർക്കറിയോ, മോൾക്കാണെങ്കിൽ എല്ലാത്തിനും +2 A+ ആയിരുന്നു. അതിനെ എങ്ങനെ മുമ്പോട്ട് പഠിപ്പിക്കണമെന്ന് എനിക്കറിയത്തില്ല. ആ മനുഷ്യനാണെങ്കിൽ ജോലി ഇല്ലാഞ്ഞിട്ടാണെന്ന് പറയാം. എല്ലാ ദിവസവും ജോലിയുണ്ട്, ജോലിക്ക് പോകത്തില്ല. സഹായിക്കാൻ ആളുണ്ട്. ആരോഗ്യത്തിന് വല്ല കുഴപ്പമുണ്ടോ? ഒന്നുമില്ല. ഞാൻ എങ്ങനെ ഈ കുഞ്ഞിനെ മുമ്പോട്ട് പഠിപ്പിക്കും? ഒറ്റ മനുഷ്യരോടൊന്ന് പറയാൻ പറ്റൂ? ആ കൊച്ചിന്റെ പഠിത്തം പോലും നിർത്തിയാലോ എന്ന് ഞാൻ ആലോചിക്കുക. അയ്യോ, ഇതിന്റെ പേരിൽ കൊച്ചിന്റെ പഠിത്തം നിർത്തണ എന്തിനാ? അല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനൊക്കെ ഇവിടെ പൊതുപ്രവർത്തകരോടൊന്ന് ചോദിക്കണ്ടേ? ഇപ്പൊ ഇതേ ഉന്നതി ഓവർസീസ് സ്കോളർഷിപ്പ് എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ട്. ആണോ? അതിനകത്ത് ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ സർവകലാശാലകളിൽ ബിരുദാനന്തര ബിരുദവും അതിന്റെ മുകളിലൊക്കെ ഉള്ള കോഴ്സുകൾ അവര് പഠിപ്പിക്കാനുള്ള ധനസഹായം കൊടുക്കുന്നുണ്ട്. എനിക്കിതെങ്ങാണ്ട് അറിയോ? 25 ലക്ഷം രൂപ വരെ ധനസഹായം ഉണ്ട്. എന്റെ മോക്കതൊക്കെ കിട്ടുവോ? പിന്നെന്താ, നമുക്ക് നോക്കാലോ. ആണോ? അവൾക്കാണെങ്കിൽ +2 കഴിഞ്ഞിട്ട് നേഴ്സിങ്ങിന് പോണോന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. നേഴ്സിങ്ങിന് പൊക്കോട്ടെ, നേഴ്സിംഗ് പുറത്തു പോയി പഠിച്ചോട്ടെ. ഇപ്പൊ 1000-ഓളം പിള്ളേര് പുറം രാജ്യങ്ങളിലൊക്കെ ഈ പദ്ധതിയിൽ പഠിക്കുന്നുണ്ട്. പിന്നെ ഇത് പഠിച്ചിറങ്ങിയ ആദ്യത്തെ ബാച്ച് ഉണ്ടല്ലോ, അവർക്ക് ഇപ്പൊ പല രാജ്യങ്ങളിൽ ജോലി വരെയായി. അത് ശരി. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളപ്പോ ഉടനെ കൊച്ചിന്റെ പഠിത്തം നിർത്തുവാണോ വേണ്ടത്? ഞാൻ എന്റെ പ്രയാസം കൊണ്ട് അങ്ങ് പറഞ്ഞതാ. ആണ്ടെ, പാപ്പൻ ചേട്ടൻ വരുന്നുണ്ടേ. വെറുതെ വഴക്കൊന്നും ഉണ്ടാക്കരുത്. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. എനിക്ക് അതിനെ കുറിച്ച് ഒന്നും ഇനി പറയാനില്ല. അതൊന്നുമല്ല, പാപ്പൻ ചേട്ടൻ എന്താ പറയണെന്ന് കേൾക്കട്ടെ. എടുത്ത് ചാടരുതെന്നാ പറഞ്ഞ. വാ. സെലീന കുറച്ചേരായി വന്നിരിക്കുന്നു. ഇച്ചിരി വിഷമമൊക്കെ ഉണ്ട് ആൾക്ക്. എന്ത് സെലീനയുടെ അഭിപ്രായം എന്താന്നങ്ങ് പറ. കള്ളു കുടിച്ചിട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഇപ്പൊ അല്ലേ? നിർത്തിയോ? എല്ലാം നിർത്തി, ഒന്നും വേണ്ട. സെലീന പറ, സെലീനെ കല്ലൂടിയൊക്കെ നിർത്തി.
എനിക്കിനി തീരുമാനം ഒന്നേ ഉള്ളൂ. എനിക്ക് ഇയാളുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. എനിക്ക് ബന്ധം വേർപെടുത്തി കിട്ടിയേ പറ്റും. പാപ്പച്ചേട്ടൻ എന്താ പറയണ? എനിക്ക് എൻ്റെ ഭാര്യയും മക്കളെയും വേണം. ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളു. ഇല്ല, അത് ശരിയാവത്തില്ല. എനിക്കറിയാം. കാര്യം ആലോചിച്ചിട്ടെങ്കിലും അതൊക്കെ ഓർത്തിട്ടല്ലേ ഇത്രയും നാളും ഒക്കെ പോയത്. ഇനി അത് പറ്റില്ല. എനിക്ക് ഡിവോഴ്സ് കിട്ടിയേ പറ്റും. അയ്യോ അത് പറ്റൂല. എനിക്കിനി ഇതൊന്നും സഹിക്കാൻ പറ്റത്തില്ല. എന്താ ചെയ്യണ്ടേന്ന് പാപ്പച്ചേട്ടൻ തന്നെ പറ. ശരി, എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും എന്നെ വേണ്ടെങ്കിൽ ഞാൻ ഇനി ജീവിച്ചിരിക്കുന്നില്ല. ചേച്ചി ചാടാൻ പോവാൻ തോന്നുന്നു. വാന്ന് എന്ത് പോകാണ്ടില്ലേ? പാപ്പി, എന്തോ ഈ കാണിക്കുന്നേ? ചാടല്ലേ, എന്നെ വെറുതെ വിഷമിപ്പിക്കാതെ ഇങ്ങോട്ട് വാ. എനിക്കിനി ജീവിക്കണം. ഇല്ലെങ്കിൽ പിന്നെ എന്റെ കാര്യം എന്തോ ഒന്ന് ആലോചിച്ച് നോക്ക്. അവരുടെ പ്രശ്നം ഇപ്പൊ കണ്ടിച്ചാടലോടുകൂടി തീരും. വാ, എന്റെ പൊന്നു പാപ്പിച്ചല്ലേ, ഇറങ്ങി വാ. പറയുന്ന കേക്ക്. വാ, ഇറങ്ങ്. നമ്മുടെ കുഞ്ഞുങ്ങളെങ്കിലും ഒന്ന് ആലോചിക്കും. നിങ്ങൾ ഇറങ്ങി ഇങ്ങോട്ട്. പറയുന്ന കേക്ക്. വാ, നമുക്ക് പോവാം. വാ പാപ്പിച്ച, നമുക്ക് പോവാന്ന്. വാ. ശരി, ഇനിയിപ്പം പരിചയമുള്ളൊരു വക്കീലുണ്ട് ഡിവോഴ്സിന് വേണ്ടിയിട്ട്. വിളിക്കട്ടെ? അതൊന്നും വേണ്ട. വേണ്ട. എന്തോ? അല്ല, ഇനിയിപ്പം അതിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട. എന്നാ പിന്നെ ഇത്രയും സാധനങ്ങൾ തല്ലിപ്പൊളിച്ചതല്ലേ, കനകനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പെറ്റീഷൻ എടുക്കാം, ഒരു കേസ് കൊടുക്കാം. ആ, അത് വേണ്ടി വരും. വേണ്ട. സാധനങ്ങൾ ഇത്രയൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് ഇനി ഇത് ആവർത്തിക്കത്തില്ലെന്ന് ആര് കണ്ട്? ആവർത്തിക്കോ? എന്നാ പിന്നെ തലേത്തോട്ട് സത്യം ചെയ്. സത്യം ചെയ്. സത്യമായിട്ട് ഞാൻ ചെയ്യൂല ഇനി. എന്റെ പാപ്പച്ചൻ ചേട്ടാ, ഇത്ര സ്നേഹമുള്ള ഒരു ഭാര്യ ഉള്ളപ്പോ നിങ്ങൾക്ക് എന്തിനാ കള്ളും ലഹരിയും? പാവം, അവര് കിടന്ന് വിഷമിച്ചത് കണ്ടോ നിങ്ങൾ ചാവാൻ തുടങ്ങിയപ്പോ? രണ്ടുപേരും സന്തോഷായിട്ട് പോവാൻ നോക്ക്. പോവാ. ശരി. എങ്ങനെ വന്നതാ? സത്യം പറയുന്നോണ്ട് ഒന്നും തോന്നരുത്. എന്താ? മെമ്പർ ആയി കഴിഞ്ഞപ്പോ ചേച്ചിക്ക് കുറച്ച് ബോധം വെച്ചു. ആണല്ലേ?